രാജസ്ഥാൻ അങ്ങനെ വിന്നിംഗ് വേസിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ്. 2 കളികളിൽ അവർക്ക് പരാജയപ്പെട്ടപ്പോൾ ഒന്നൊരു ഷോക്കേറ്റ് പോലെയായിരുന്നു അവർ ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ കളിയിൽ LSGനെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവർ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കളിയിലേക്ക് വരുമ്പോൾ ഇത് വെറും ഒരു ബാറ്റ്സ്മാൻ ബോളർമാർ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നില്ല, ഇത് ബോളർമാർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു 2 ടീമിലെയും. അതായത് തുടക്കത്തിൽ LSGയുടെ ബോളർമാർ നന്നായി എറിയുന്ന കണ്ടു. ഷമിക്കായാലും പ്രിൻസിനാണെങ്കിലും മൗസിൻ ഖാനാണെങ്കിലും 2 വിക്കറ്റ് വീതം എടുക്കാനായിട്ട് പറ്റി. അപ്പോൾ 6 വിക്കറ്റിൻ്റെ നഷ്ടത്തിൽ 159 റൺസിനെ രാജസ്ഥാനിൻ്റെ ആ സ്കോറിനെ ഒതുക്കി നിർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒതുക്കി നിർത്താൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്ന് വെച്ചാൽ അതിന് മുന്നേ തന്നെ അവർക്ക് കുറച്ചുകൂടി വിക്കറ്റ് എടുത്തിട്ട് കൂടുതൽ സമ്മർദ്ദത്തിൽ വേണമെങ്കിൽ ആക്കാമായിരുന്നു. പക്ഷേ അവസാന ഓവറുകളിലെല്ലാം ജഡേജയും അതുപോലെ തന്നെ ഇമ്പാക്ട് സബായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ശുഭൻ ഡൂബെയൊക്കെ കൂടിയിട്ട് ആ ഒരു സ്കോർ 150 കടത്താനും 159 വരെ എത്തിക്കാനായിട്ടും അവർക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഇത്ര നന്നായിട്ട് LSG ബോൾ ചെയ്തെന്ന് പറയുമ്പോഴും മയങ്ക് യാദവ് 50 റൺസിന് മേലെയാണ് കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് തൻ്റെ 4 ഓവറിൽ. അപ്പോൾ അവസാന ഓവറിൽ ആ ഒരു 20 റൺസ് അടക്കം 159 റൺസ് കുറിക്കാനായിട്ടും രാജസ്ഥാന് പറ്റുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ കാര്യമായിട്ടുള്ളൊരു രാജസ്ഥാൻ ഉദ്ദേശിച്ച ഒരു സ്റ്റാർട്ടല്ല അവർക്ക് ഈ കളിയിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ ടോപ്പ് ഓർഡറിൽ ജയ്സ്വാളിന് മാത്രമാണ് ആ 20 മേലുള്ള ഒരു റൺസ് എടുക്കാനായിട്ട് പറ്റിയത്. പക്ഷേ നല്ലൊരു ക്യാച്ചിലൂടെ ഋഷഭ് പന്ത് ജയ്സ്വാളിനെ പുറത്താക്കുന്നുണ്ട്. സൂര്യവംശി ആണെങ്കിൽ 2 4 അടിച്ചെങ്കിലും മൗസിൻ ഖാനെതിരെ വളരെ കഷ്ടപ്പെടുന്നതാണ് കണ്ടത്. പിന്നീട് വിക്കറ്റ് കളഞ്ഞിട്ട് സൂര്യവംശിയുടെയും വിക്കറ്റ് പോകുന്നുണ്ട്. ഫസ്റ്റ് ബോളിൽ തന്നെ നല്ലൊരു കിടിലൻ ഔട്ട് സിംഗറിൽ ഷാമി ജുറലിനെ ഔട്ടാക്കി. അങ്ങനെ പവർ പ്ലേയിൽ തന്നെ അവർക്ക് 3 വിക്കറ്റോളം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലൊരു സമ്മർദ്ദത്തിലായ ഒരു തുടക്കമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നീട് അവരുടെ വന്ന മിഡിൽ ഓർഡർ ബാറ്റർമാരായാലും ഹെറ്റ്മയർ ആണെങ്കിലും 20 മുകളിൽ റൺസ് എടുത്തു. ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിലും 20 മുകളിൽ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ നടത്തി. പിന്നീടായിരുന്നു ആ മാച്ചിനെ ഒരു ഡിഫൈൻ ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ശുഭൻ ദുബെ ആണെങ്കിലും അതുപോലെ നമ്മുടെ രവീന്ദ്ര ജഡേജ ആണെങ്കിലും കളിക്കുന്നതായിട്ട് കണ്ടത്. അതായത് ജഡേജയ്ക്ക് അറിയായിരുന്നു ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനാണ്. എന്തായാലും ഓവർ തയ്ക്കണവർ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മാക്സിമം റണ്ണ് ആ ഒരു സ്കോർ ബോർഡിലേക്ക് ചേർക്കാൻ പറ്റുന്നുള്ളത് ജഡേജയ്ക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ജഡേജ. ഒരുപാട് ഇതിന് മുന്നേ ടെസ്റ്റ് മാച്ചുകളും കാര്യങ്ങളെല്ലാം കളിച്ചിട്ടാണെങ്കിലും ജഡേജയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ജഡേജ ആദ്യം സിംഗിൾ ഡബിളിലോടൊക്കെ റൺ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ട് ആ ഒരു 19ാമത്തെ ഓവർ വരെ അവിടെ ഉറച്ചു നിന്ന് ഒരു സൈഡിൽ വിക്കറ്റുകൾ കളയാണ്ട് അങ്ങനെ ലാസ്റ്റ് ഓവറിൽ 20 റൺസ് അടിച്ചിട്ട് 159 എന്നുള്ള ഒരു സ്കോർ ലൈൻ എത്തിക്കാനായിട്ട് രാജസ്ഥാന് പറ്റിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ LSGയുടെ സ്ഥിരം പ്രശ്നങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആകെ കൂടി ഒരു പ്രശ്നമില്ലാതെ ഈ കളിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു മിച്ചൽ മാർഷ് മാത്രമായിരുന്നു. മിച്ചൽ മാർഷ് ഒരു സൈഡിൽ നിൽക്കുമ്പോഴും ബാക്കി സൈഡിൽ ഇങ്ങനെ വിക്കറ്റുകൾ തന്നെ പോയിക്കൊണ്ടിരുന്നു. ടോപ്പ് ഓർഡറിൽ മാത്രം അവരുടെ 3 പേരാണ് അക്കൗണ്ട് പോലും തുറക്കാൻ പറ്റാതെ പോയിട്ടുണ്ടായിരുന്നത്. അതായത് ബഡോണിയുടെ വിക്കറ്റ് നിർഭാഗ്യവശാൽ ആദ്യത്തെ ഓവറിൽ ഒരു ആവശ്യമില്ലാതെ ഒരു റണ്ണിന് വേണ്ടി ഓടിയിട്ട് വിക്കറ്റ് പോകുന്നുണ്ട്, റണ്ണൗട്ട് ആവുന്നതാണ് കണ്ടത്. അതായത് കഴിഞ്ഞ കളിയിൽ നല്ലൊരു തുടക്കം LSGക്ക് കൊടുക്കാനായിട്ട് ഒരു ചേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്ന ബഡോണിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളിയിൽ ഒരു ബോൾ പോലും ഫേസ് ചെയ്യാൻ പറ്റാതെയാണ് ബഡോണിയുടെ വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന ഋഷഭ് പന്ത് ആണെങ്കിലും 0-ന് തന്നെ പോകുന്നു. അതുപോലെ തന്നെ മാർക്കർ ആണെങ്കിലും ആർച്ചറിനെ അടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് 0-ൽ പോകുന്നു. ഈ കളിയിൽ നല്ലൊരു ബോളിംഗ് പ്രകടനമാണ് ആ ഒരു സ്പെല്ലിൽ തുടക്കത്തിലെ 6 ഓവർ സ്പെല്ലിൽ ബർഗർ ആണെങ്കിലും ആർച്ചർ ആണെങ്കിലും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്ക് 11-ന് 3 എന്നുള്ള രീതിയിൽ നല്ല സമ്മർദ്ദത്തിൽ LSG വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മാർഷും അതുപോലെ തന്നെ നിക്കോളസ് പൂരനും വന്നിട്ട് അവിടെ ഒരു റിവൈവൽ ആ ഒരു ഇന്നിങ്സിൻ്റെ റിവൈവൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം വരെ ആ പിടിച്ചേക്കാനുള്ള ഒരു കഴിവ് പൂരനുണ്ടായിരുന്നില്ല. 22 റണ്ണ് അദ്ദേഹം എടുത്തെങ്കിലും പിന്നീട് ഒരു ബിഗ് ഷോട്ട് അടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് വിക്കറ്റ് കളയുന്നതാണ് കണ്ടത്. ആദ്യത്തെ ഇന്നിങ്സിൽ ജഡേജ കളിച്ച പോലെ ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ഇന്നിങ്സ് കളിക്കാനായിട്ട് മിച്ചൽ മാർഷിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു താരതമ്യേന ചെറിയൊരു ടോട്ടലാണ്. ആ ഒരു പിച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പിച്ചായിരുന്നു. ബോളർമാർക്ക് കൂടുതൽ ഫേവറേഷൻ കിട്ടുന്ന ഒരു പിച്ചായിരുന്നെങ്കിൽ പോലും അവർക്കൊന്ന് നിന്ന് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, വിക്കറ്റ് പോകാതെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവസാന ഓവറുകളിൽ എന്തായാലും RRൻ്റെ ബോളർമാർ കൂടുതൽ ട്രൈ ചെയ്യേണ്ടി വരും. അവർക്ക് കൂടുതൽ പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വിക്കറ്റുകൾ എടുക്കാനായിട്ട് അവർ ലൂസ് ബോൾസ് കാര്യങ്ങളെല്ലാം എറിയുമ്പോൾ ബൗണ്ടറീസ് കണ്ടെത്താനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിനൊന്നും വെയിറ്റ് ചെയ്യാനായിട്ട് LSGയുടെ ബാറ്റർമാർ തയ്യാറായിരുന്നില്ല. അവർ വന്ന് ബിഗ് ഷോട്ടുകൾ അടിക്കാനായിട്ട് ശ്രമിച്ച് അവരുടെ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം മുകുൾ ചൗധരി വന്നപ്പോഴാണെങ്കിൽ പോലും മിച്ചൽ മാർഷിൻ്റെ കൂടെ നിന്നിട്ട് കളിക്കാനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നു അവർക്ക് ലാസ്റ്റ് വരെ നിന്നിട്ട് വിജയിപ്പിക്കാനായിട്ട്. പക്ഷെ അവിടെ കൃത്യമായിട്ട് ബോളിംഗ് ചേഞ്ചിലൂടെ റിയാൻ പരാഗ് ബർഗറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബർഗറിന് ഒരു 6 അടിച്ചിട്ട് മാർഷ് 50 അടിച്ചെങ്കിലും പിന്നീട് 2ാമത്തെ ബോളിൽ വീണ്ടും ഉയർത്തിയടിക്കാൻ ശ്രമിച്ചിട്ട് മാർഷിൻ്റെ വിക്കറ്റ് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ തുടരെ ഇങ്ങനെ വിക്കറ്റുകൾ പോയോണ്ടിരുന്നപ്പോൾ വീണ്ടും സമ്മർദ്ദത്തിലേക്ക് ആവാന്നല്ലാതെ കാര്യമായിട്ടൊന്ന് നിന്ന് കളിക്കാനായിട്ട് ഒരാൾ പോലും LSG നിരയിൽ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ നിന്ന് അവർക്ക് ആ ഒരു 119 റൺസ് മാത്രമാണ് അക്കൗണ്ടിലേക്ക് ചേർക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് 159 റൺസ് എടുത്തിട്ട് 40 റൺസിൻ്റെ ഒരു വിജയമാണ്
രാജസ്ഥാനെ നേടാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ബോളർമാർ അവർക്ക് നേടിക്കൊടുത്തിട്ടുള്ളത്. ഇത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ആ 2 കളിയിലെ തോൽവിക്ക് ശേഷം ഈ വന്നിരിക്കുന്ന ഈ ഒരു വിജയം അവർക്ക് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു ഊർജ്ജവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ LSCനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങളൊന്നും അവിടെ തീർന്നിട്ടില്ല. ഒരു സ്ഥിരതയില്ലാത്ത ഒരു ബാറ്റിംഗ് നിര കാരണം ബോളേഴ്സ്, ഞാൻ പ്രിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബോൾ എറിഞ്ഞു കഴിഞ്ഞാലും ഈ ബാറ്റിംഗ് നിര കാരണമാണ് അവർ തോറ്റു പോകുന്നത്. എല്ലാ കളികളിലും നമ്മളിത് റിപ്പീറ്റ് ആയിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റന് പോലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ടാണ് ക്യാപ്റ്റൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഋഷഭ് പന്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവും. ബാറ്റിങ്ങിൽ അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ 1-2 മത്സരം കൂടി കഴിയുമ്പോൾ തന്നെ അവരുടെ ഈ സീസണിൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റും എവിടെയായിരിക്കും സ്ഥാനം എന്നുള്ളത്. ഇപ്പോഴേ അവർ 9ാമത് തന്നെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇനിയും തിരിച്ചു വരണമെങ്കിൽ അവർക്ക് വരികയൊക്കെ ചെയ്യാം. നല്ല പ്രകടനമൊക്കെ കാഴ്ചവെച്ച് തിരിച്ചു വരണമെങ്കിൽ വരികയൊക്കെ ചെയ്യാം. അവരുടെ ബോളിംഗ് കൊണ്ട് ഇപ്പോഴും നന്നായി തന്നെയാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാറ്റിങ്ങിൽ ആ ഒരു പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചു വരാനായിട്ട് പറ്റും. എന്തായാലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും നല്ല പ്രകടനം കാഴ്ചവെച്ച ജഡേജ തന്നെയായിരുന്നു ആ ഒരു രാജസ്ഥാന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ് ഫാക്ടറായിട്ട് നിലനിന്നിരുന്നത്. ജഡേജ തന്നെയാണ് നല്ല രീതിയിൽ കളിച്ചിട്ടും രാജസ്ഥാന് വേണ്ടി ആ കളി നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക.